ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് മുമ്പ് അരീക്കൽ വാട്ടർഫാൾസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ. നമ്മളവിടെ വീണ്ടും തിരിച്ചു പോകും കുറച്ച് കഴിഞ്ഞ്. ഈ അരീക്കൽ വെള്ളച്ചാട്ടം ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്, രസമുള്ള സംഗതിയാണ്. ഒന്നാമത് അത് മെയിൻ റോഡിനടുത്താണ്. മെയിൻ റോഡിൽ നിന്ന് തന്നെ ആ വെള്ളച്ചാട്ടം കാണാം. പിന്നെ കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു 100 സ്റ്റെപ്പ് കാണുമായിരിക്കും. അത് ഈയിടെ സർക്കാർ ഉണ്ടാക്കിയ സ്റ്റെപ്സാണ്. ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ചെറിയ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാർ. വളരെ സേഫായിട്ട് ഇവിടെ കുളിക്കാം. പിന്നെ ഈ സ്റ്റെപ്പൊന്നും ഇറങ്ങാൻ തയ്യാറല്ലാത്തവർക്ക് നേരെ അതിൻ്റെ താഴേക്ക് ചെല്ലാം. വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്തിയിട്ട് ഈ ടാങ്കിൽ കുളിച്ച് അതിന് വേറൊരു വഴിയുണ്ട്, അതിലേ വരാം. പക്ഷേ ഈ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു 4 months വണ്ടറാണ്. മഴക്കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണത്. മഴയില്ലെങ്കിൽ വെള്ളമില്ല, അതുകൊണ്ട് തന്നെ ചാട്ടവുമില്ല. പക്ഷേ എല്ലാ കാലത്തും അവിടെ വെള്ളം വരുത്താൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. തൊട്ടടുത്തുകൂടെയാണ് അവിടെ നിന്നുള്ള ഇടുക്കിയിൽ നിന്നുള്ള കനാല് പോകുന്നത്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അവിടെ നിന്ന് ആ വെള്ളം ഡൈവേർട്ട് ചെയ്ത് ഇവിടെ എത്തിക്കാൻ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ എത്തിക്കാനായിട്ട് ചാടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി പണ്ടുണ്ടായിരുന്നു. എന്തു പറ്റിയെന്നറിയില്ല, ഇതുവരെ നടപ്പായിട്ടില്ല. ഇപ്പോഴൊന്നും കേൾക്കുന്നുമില്ല അതിനെപ്പറ്റി. ഇനിയിപ്പോൾ വെള്ളച്ചാട്ടം എല്ലാം കഴിഞ്ഞ് വരുന്ന വെള്ളത്തിന് വീര്യമുണ്ടാവില്ല, അതുകൊണ്ട് കൃഷി നടക്കില്ല എന്നുള്ള ഒരു സംശയമാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിലും എന്തായാലും വൈദ്യുതിയൊക്കെ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് വീര്യമില്ലാതെ, ശക്തിയില്ലാതെ വരുന്ന വെള്ളമാണല്ലോ അത്. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ആരുടെയും ഐഡിയ ആയിട്ട് വരുന്നില്ല? സർക്കാർ എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല? വളരെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ധാരാളം വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഈവൻ കുടുംബശ്രീ പോലും അവിടെ ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫുഡ്, റെഡിമെയ്ഡ് ഫുഡ്, നല്ല നൈസൻറ്റ് ഫുഡ് കിട്ടും. ആകപ്പാടെ ഒരു നല്ല കാര്യമാണ്. പക്ഷേ എന്തോ കാരണങ്ങളാൽ നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ആർക്കും അതിനകത്തൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല. ഈയിടെ കേട്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നമ്മുടെ ഫാക്റ്റ് ഉണ്ടല്ലോ, FACT, അതിനകത്ത് വലിയൊരു കോംപ്ലക്സാണ്, എല്ലാവർക്കും അറിയാം. അവിടെ ഒരു വലിയ തടാകമുണ്ട്. ആ തടാകത്തിലേക്ക് വെള്ളം വരുന്നത് ഭൂത്താൻകെട്ടിയിൽ നിന്നാണ് അത്രേ. കനാലുണ്ടാക്കി ഭൂത്താൻകെട്ടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നാണ് ആ തടാകം നിറച്ചത്. MKK നായർ. ഇപ്പോഴും വെള്ളം അവിടെ എത്തുന്നത് ഭൂത്താൻകെട്ടിയിൽ നിന്നാണത്രേ. അപ്പോൾ തീരുമാനിച്ചാൽ നടപ്പാക്കാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇതും. ലെറ്റ്സ് സീ. ബൈ.